ഹായ് ഓൾ, വെൽക്കം ടു അഡ 24/7. എൻ്റെ പേര് ജിജി. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ദേവസ്വം ബോർഡിൻ്റെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആയിരിക്കും. അപ്പോൾ മാക്സിമം ഞാനിത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ തരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ആപ്പ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി ക്വിസസും സബ്ജക്റ്റ് വൈസ് ക്വിസസും ജോബ് അലേർട്സും കറണ്ട് അഫയേഴ്സും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ മെയിനായിട്ട് ഒരുപാട് പേർക്ക് അറിയേണ്ടത് എന്തായിരിക്കും വിദ്യാഭ്യാസ യോഗ്യത, ശമ്പളം എങ്ങനെയായിരിക്കും, പ്രായപരിധി എന്താണ്, വിജ്ഞാനം എപ്പോൾ വരും എന്നാണ് എല്ലാവരുടെയും ഡൗട്ട്. അപ്പോൾ അതൊക്കെ എന്തായിരുന്നു, അതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ശരിക്കും ലാസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10th ആയിരുന്നു ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ അത് 12th ആവാനുള്ള സാധ്യത ഉണ്ടാവും. കൂടാതെ കമ്പ്യൂട്ടർ നോളജും കൂടി വേണം എന്നാണ് പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ നോളജ് എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പേർട്ട് അല്ല, നിങ്ങളുടെ കയ്യിൽ കമ്പ്യൂട്ടർ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ, ഓക്കെ, അത് മതിയാവും. കമ്പ്യൂട്ടർ നോളജ് വേണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് +2 കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും അതും ഓക്കെയാണ്. ഓക്കെ, അത് മാത്രം, അത് നിങ്ങൾക്ക് ഇപ്പോഴും വിചാരിച്ചാൽ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. പഠിച്ചാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കോഴ്സുകളൊക്കെ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിൽ ചെറിയ ചെറിയ കമ്പ്യൂട്ടർ നോളജിൻ്റെ കോഴ്സുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്താൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. +2 മതിയാവും. ഓക്കെ, +2 മതിയാവും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ 10th ക്ലാസ് ആയിരുന്നു, അതാണ് അതിലൊരു ചെറിയ മാറ്റം വരുന്നുണ്ട്. അതാണ് +2 എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 19,000 രൂപ മുതൽ, അതാണ് ബേസിക് പേ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെയാണ് HRA DA അങ്ങനെയുള്ള അലവൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് മുതൽ 43,600 രൂപ വരെയാണ് ഇതിൻ്റെ ബേസിക് പേ. നല്ലൊരു ബേസിക് പേ തന്നെയാണ് ഇതിൽ വരുന്നത് അല്ലേ. ഇനി ഏജ് ലിമിറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 36 വയസ്സ് എന്ന് പറയുമ്പോൾ എന്താ, അത് അൺറിസർവ്ഡ് കാറ്റഗറിക്കാണ് വരുന്നത്. OBC എന്താ 39 വയസ്സ് വരെ OBC ഉണ്ട്. SC ST എത്ര വയസ്സ് വരെ ഉണ്ട്? 41 വയസ്സ് വരെ SC ST ഉണ്ട്. ഇനി ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വന്നത്? 2020 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു. എക്സാം എഴുതിയിട്ട് പാസ്സായി, റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആകെ വേക്കൻസി ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു 31 ആയിരുന്നു വേക്കൻസി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം തന്നെ കുറേ പേരുടെ മനസ്സിൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ 31 വേക്കൻസിക്ക് വേണ്ടിയിട്ടാണോ പഠിക്കുന്നത്? ഞങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ഒറ്റ വേക്കൻസി നമുക്ക് മതി. ഇങ്ങനെ വിചാരിച്ച് കുറേ പേര് അപ്ലൈ ചെയ്യാതിരിക്കുന്ന ഒരു എക്സാമുകളിൽ ഒന്നാണിത്. അപ്പോൾ പല എക്സാമുകളിലൊക്കെ അങ്ങനെയാണ്, വേക്കൻസി കുറവാണെന്നുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യാത്ത പോലെ തന്നെ നാട്ടുകാർ മുഴുവൻ അപ്ലൈ ചെയ്യാതിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക നിങ്ങൾ. ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ 31 പേരാണ് വേക്കൻസി ഉണ്ടായിരുന്നെങ്കിൽ പോലും മെയിൻ ലിസ്റ്റിൽ 59 പേര് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി എത്ര പേർക്ക് അവർ ജോലി കൊടുത്തു? 31 വേക്കൻസി പറഞ്ഞുള്ളൂ, പക്ഷെ ജോലി കൊടുത്തത് 65 പേർക്കാണ് ജോലി കൊടുത്തത് ഇപ്പം തന്നെ. അതായത് കംപ്ലീറ്റ് മെയിൻ ലിസ്റ്റും കഴിഞ്ഞ് സപ്ലിമെൻ്ററിയും കഴിഞ്ഞ് അങ്ങനെ ലിസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അവർ. ശരിക്കും ലിസ്റ്റിൻ്റെ കാലാവധി എന്തായിരുന്നു? ഒരുപാട്, ഇത് 2024 ആട്ടോ. അപ്പോൾ ഈ 23/4/2024 ഈ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാണ്. ലിസ്റ്റിൻ്റെ കാലാവധി കഴിയാൻ ഇനിയും ബാക്കിയുണ്ട്, പക്ഷേ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് എല്ലാവർക്കും ജോലി കൊടുത്തു. വേറെ എവിടെ കിട്ടും ഇത്രയും നല്ലൊരു അവസരം എന്ന് പറയുന്നത്? അപ്പോൾ ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും ജോലി ഉണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് എല്ലാവർക്കും ജോലി കൊടുത്തത് കാരണം ലിസ്റ്റ് ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത വിജ്ഞാപനം വിളിച്ചല്ലേ പറ്റൂ, വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഉടൻ തന്നെ എന്തായിരുന്നു, വിജ്ഞാപനം വിളിക്കും. നമ്മൾ ലിസ്റ്റൊക്കെ കണ്ടല്ലോ, അവിടെ നിങ്ങൾ റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിയുണ്ട്. അതുകൊണ്ട് വൃത്തിയായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക. പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ട് എന്താണ്? വൃത്തിയായിട്ട് പഠിക്കുക, ഒപ്പം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. വൃത്തിയായി പഠിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ബാച്ച് ഉണ്ട്. ജൂൺ 25 സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതേപോലെ ജോയിൻ ചെയ്താൽ മതി. ജോയിൻ ചെയ്യുമ്പോൾ Y681 എന്ന കോഡ് ഉപയോഗിക്കുക. Y681 എന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം അഡ 24/7 ടൈപ്പ് ചെയ്യുക ഗൂഗിളിൽ. അപ്പോൾ അഡ 24/7 നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു സ്ക്രീനായിരിക്കും കാണിക്കുന്നത്. ഇതിൽ ആദ്യത്തിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം
സ്റ്റേറ്റ് എക്സാംസ് കണ്ടില്ലേ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സ്റ്റേറ്റായ കേരള ക്ലിക്ക് ചെയ്യുക. കേരള ക്ലിക്ക് ചെയ്തതിന് ശേഷം കേരള പി എസ് സി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ വ്യൂ ഓൾ കൊടുക്കുക. വ്യൂ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദേവസ്വം ബോർഡ് കാണാൻ സാധിക്കും. അയ്യോ, ഞാൻ നോക്കിയപ്പോൾ ദേവസ്വം ബോർഡ് കാണാനില്ലല്ലോ. ഒരു മിനിറ്റ്. കേരള പി എസ് സിയിൽ പോണ്ട, കേരള ദേവസ്വം ബോർഡിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കേരള ദേവസ്വം ബോർഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പോവാ, ബൈ നൗ കൊടുക്കുക. മുകളിൽ നിന്ന് കോഡ് റിമൂവ് ചെയ്യുക, കാരണം ആ കോഡ് ഉപയോഗിച്ചാൽ കുറച്ച് ഓഫറേ കിട്ടുള്ളൂ. അതുകൊണ്ട് Y681 എന്ന കോഡ് ഉപയോഗിക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത 2323 രൂപയ്ക്ക് നമുക്ക് ജൂൺ 25 മുതൽ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഒരുമിച്ച് വൃത്തിയായിട്ട് നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഈ ജോലി കൊണ്ടേ നിങ്ങൾ പോവുള്ളൂ, നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മുഴുവൻ ലൈവ് ക്ലാസ്സുകളായിരിക്കും. ലൈവ് കാണാൻ സാധിക്കാത്തവർക്ക് റെക്കോർഡ് സെഷൻ ഉണ്ട്. ഇനി ടെസ്റ്റ് സീരീസും മെന്റർഷിപ്പ് പ്രോഗ്രാമും സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ തന്നെയാണ് തരുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. ബൈ.